ജീവിത വഴിയിൽ മുന്നേറുന്ന സ്ത്രീ പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുടെ വേദി ഇത് റെഡ് കാർപ്പറ്റ്. നമ്മുടെ കൂടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കൃഷ്ണേന്ദ്രൻ ചേട്ടനും വനിത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും മഹാനവമി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിന്റെ മഹാനവമി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ മഹാനവമി എപ്പിസോഡ് അല്ലെങ്കിൽ നവരാത്രി ആഘോഷം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു വനിത ചേച്ചിക്ക് ചെന്നൈയിലായതുകൊണ്ട് കുറെ കൂടി നമ്മുടെ നാട്ടിലത്തെ കേരളത്തിനേക്കാൾ അവിടെ ആഘോഷം കുറച്ച് കൂടുതലായിരിക്കും. എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ഈ പൂജ വെപ്പും മറ്റേ ബൊമ്മക്കുരു നമ്മുടെ വീട്ടില് ആഘോഷം? അതെ അതെ, നവരാത്രിയുടെ തലേ ദിവസം നമ്മൾ പടിയൊക്കെ വെച്ചിട്ട് സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് അതിലെ എല്ലാ ബൊമ്മകളും ദേവിമാരുടെ വെച്ചിട്ട് പിന്നെ അങ്ങനെ പല പല രീതിയിൽ നമ്മുടെ ചിന്തയിലേക്ക് പോകുന്ന ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും പടിയിലുണ്ടാവും താഴെ. നമ്മൾ എന്ത് ചെയ്യും, ദിവസം നമ്മൾ ലളിതാ സഹസ്രനാമം എല്ലാ ദേവീ മഹാത്മ്യം എല്ലാം ചൊല്ലിയിട്ട് അതിന് പുറമെ കുറേ കുട്ടികളെയും തൊട്ടടുത്തുള്ള സ്ത്രീകളെയൊക്കെ വിളിച്ച് വെറ്റല പാക്ക് പഴമൊക്കെ വെച്ചിട്ട് അവരെയൊക്കെ നമ്മൾ ദേവിയായിട്ട് കാണുക. അതാണ് അതിൻ്റെ ഇത്. അപ്പൊ അതും ഒരു 9 ദിവസം അതും ഉണ്ടാവും. പിന്നെ മോള് ജനിച്ച ശേഷം കൃഷ്ണേന്ദ്രൻ ഗുരു ഉണ്ടെങ്കിലും കൃഷ്ണേന്ദ്രനും ഒന്ന് ആ വിദ്യാരംഭത്തിൻ്റെ അന്ന് രണ്ടുപേരും കൂടി പാടും. സത്യത്തില് എത്രയും വലിയ ഒരു സീനിയർ ആയിട്ടുള്ള എല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവരന്ന് സ്റ്റുഡൻ്റ് ആവണ ദിവസമാണ് വിദ്യയുടെ തുടക്കം. നമ്മൾ താണു വന്നിട്ട് നമ്മുടെ ഗുരുവിനെ ഓർമ്മിച്ചിട്ട് നമ്മൾ ഗുരുവിന്റെ പാദത്തിൽ വീഴുക എന്നുള്ളതാണ്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ 3 പേരുടെയും വക മഹാനവമി ആശംസകൾ. ചേച്ചിയുടെ ഇനി അഭിനയ ജീവിതം പറയുകയാണെങ്കിൽ എത്ര സിനിമ എത്ര ലാംഗ്വേജ് ഏകദേശം അഭിനയിച്ചിട്ടുണ്ടാവും? ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 100 പടം ഫിനിഷ് ചെയ്തിരുന്നു. 79-ലാണ് തുടങ്ങിയത്. എല്ലാം കൂടിയിട്ട് ഇപ്പൊ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 15 കൊല്ലം. പക്ഷെ ഞാൻ 15 കൊല്ലം ഞാൻ അഭിനയിച്ചിട്ടില്ല കേട്ടോ. കല്യാണം 86 കഴിഞ്ഞു. 86 തൊട്ട് അഭിനയം അങ്ങനെ നിർത്തി. ഫാമിലി അങ്ങനെ നോക്കാനും അങ്ങനത്തെ കുട്ടിയൊക്കെ ആയി. പക്ഷെ എനിക്ക് തിരിച്ച് ഞാൻ അഭിനയിക്കാൻ വരാൻ വേണ്ടി എനിക്ക് വന്നിട്ട് ഒരു അനുഗ്രഹം തന്നത് എൻ്റെ അമ്മ, അമൃതാനന്ദമയി അമ്മയാണ്. അമ്മയാണ് പറഞ്ഞത്, ഈ കല ഇങ്ങനെ ഗോഡൗണിൽ അടച്ചു വെക്കുന്നതല്ല, അത് കാറ്റിനെ പോലെ തുറന്ന് വിടണമെന്ന്. അപ്പോൾ എന്നെ അമ്മ തുറന്നു വിട്ടു. ഞാൻ അതാ ഇന്ന് റെഡ് കാർപ്പറ്റ് വരെ എത്തിക്കഴിഞ്ഞു. സന്തോഷം, അടിപൊളി. ഈ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് കൃഷ്ണേന്ദ്രൻ ചേട്ടൻ്റെ ആയിട്ടുള്ള കല്യാണം, നിങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് ചേട്ടന്റെ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250-750 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി അപ്പോൾ ഈ 100 സിനിമയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു നല്ല ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാനുള്ള എന്തായിരുന്നു, എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? എങ്ങനെ ധൈര്യപ്പെട്ടു? അല്ല, അത് ചോദ്യം കറക്റ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടല്ല കല്യാണം കഴിച്ചത്. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ കുട്ടികൾ ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്നതാണ് കറക്റ്റ്. ശരിക്കും നമ്മൾ എന്താന്ന് വെച്ചാൽ പ്രേമം. പക്ഷെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് കൃഷ്ണേന്ദ്രനെ കല്യാണം കഴിക്കുമ്പോഴല്ല, പിന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ പ്രോഗ്രാംസ് കുറയും, അങ്ങനത്തെ സമയത്തൊക്കെയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ആ സമയത്ത് എൻ്റെ 3 ഗുരുക്കന്മാരും എന്നെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞൊരു തൊഴിലിലേക്ക് കൊണ്ട് ചേർത്ത് വിട്ടു. മദ്രാസിൽ ഞങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ സഹായിച്ചത് ഡബ്ബിംഗ് എന്നുള്ളൊരു തൊഴിലായിരുന്നു. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ സമയത്ത് കാരണം ആ സമയത്ത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗറും ആക്ടറും ആയിരുന്നുകൊണ്ട് ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന പൈസ എനിക്ക് കിട്ടുമായിരുന്നു. ബാക്കിയുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന പോലെ ആയിരുന്നില്ല. സംസ്ഥാന അവാർഡ് 2 പടത്തിന് ലഭിച്ചു. കാബൂളിവാലയ്ക്കാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. പിന്നീട് അനിയത്തി പ്രാവനം, അതൊക്കെ ഫാസിലിന്റെ കഴിവാണ്. പാച്ചിക്ക നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ചേച്ചിയുടെ ഇതിലൊക്കെ ചേച്ചി തന്നെയാണോ ഡബ് ചെയ്തിട്ടുള്ളത്? തമിഴില് എന്റെ വോയിസ് ആണ്, മലയാളത്തിലെ ഡബിംഗ് ആണ് വേറെ ആളാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ചേച്ചി കൂടുതലും ഹ്യൂമർ ഹാൻഡിൽ ചെയ്തിട്ടില്ലേ? പക്ഷെ ഈ മുഖം കാണുമ്പോൾ നമുക്ക് തോന്നും ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നും. ചേച്ചിയുടെ പേഴ്സണലി എങ്ങനെയാണ്? ഹ്യൂമർ ആണോ അതെയോ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണോ? ചുറുചുറുക്കായിട്ടുള്ള? എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ ഹ്യൂമർ എപ്പോഴും വീട്ടിൽ ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ ഈ രൂപം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. പക്ഷെ ഞാനും എൻ്റെ മോളും ചേർന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൗണ്ടറായിട്ട് സാധനങ്ങൾ. മലയാളത്തിലല്ല, തമിഴില് നമ്മള് ഷോറീലിൽ കണ്ടു. തമിഴില് മലയാളത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ പാടി. തമിഴിൽ എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ടാവും? ഒരു തമിഴില് ഞാൻ ഒരു 10-60 സിനിമ, രാജാ സാറിനെ തന്നെ 10-60 സിനിമ പാടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ പല മ്യൂസിക് ഡയറക്ടേഴ്സിനെയും പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ മഹാനവമി എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റും കൂടി ജോയിൻ ചെയ്യാൻ പോവാണ്. ഒരു മിടുക്കി കുട്ടിയാണ്, നല്ലൊരു പാട്ടുകാരിയാണ്. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യാം തീർത്ഥ.
റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നല്ല സുന്ദരി മോളായിട്ടുണ്ട് അല്ലേ? താങ്ക് യു ചേച്ചി. പറയൂ മോൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. സുഖമായിട്ടിരിക്കണു. അപ്പൊ ചേച്ചി, എന്താണ് നമ്മുടെ തീർത്ഥക്കുട്ടിയോട് ചോദിക്കാനുള്ളത്? തീർത്ഥകുട്ടി ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെ കേട്ടു കേട്ടോ. താങ്ക് യു. എങ്ങനെയാ അത് തുടക്കം, എങ്ങനെയാ പാട്ടൊക്കെ? ആഴ്ചയിൽ വീക്കെൻഡ് സോങ് പറഞ്ഞിട്ട് ഓരോരോ പാട്ടുകളൊക്കെ ഇടാൻ തുടങ്ങി. എന്തിലിടാൻ തുടങ്ങി? ഫേസ്ബുക്കിലൊക്കെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ തുടങ്ങി. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ഇങ്ങനെ പാട്ട് ഇട്ടോണ്ടിരിക്കും. അപ്പൊ ആൾക്കാർ എന്താ പറയാ? നന്നായി പാടി എന്നൊക്കെ നന്നായി പാടിയെന്ന് പറയും. അപ്പൊ കൊറേ ഫോളോവേഴ്സ് ഉണ്ടല്ലേ അതിലൊക്കെ? എത്ര ഫോളോവേഴ്സ് ഉണ്ട് അത് കേക്കട്ടെ? അറിയില്ല. ഒരു 2 ലക്ഷം. അറിയില്ല. ചേട്ടന് എന്താണ് പറയാനുള്ളത്? ഇവിടെ നാട് ശരിക്കും പാലക്കാട് മണ്ണാർക്കാട്. ഓ, അവിടെ കുലിക്കിലിയാട് പറഞ്ഞ സ്ഥലത്താ. മണ്ണാർക്കാട് കാര്യത്തിയാണല്ലേ? അത് ശരി. തകർക്കൂ. പാട്ട് പഠിക്കുന്നതൊക്കെ എങ്ങനെയാ മോളെ? ഈ പഴയ പാട്ടുകളൊക്കെ മോള് പാടാറുണ്ടല്ലോ. അപ്പൊ ഈ പാട്ട് പഠിക്കുന്നത് എങ്ങനെയാ? കുറെ കേട്ട് പഠിക്കാണോ, അതെയോ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടോ? എന്താ ക്ലാസിക്കല് പഠിക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് മീരാറാമോഹൻ പറഞ്ഞ ടീച്ചറുടെ അടുത്ത് പഠിക്കണം. പിന്നെ ഇവ സിനിമാ സോങ്ങുകളൊക്കെ പഠിക്കണത് കാസർഗോഡ് നീലേശ്വരത്തുള്ള ഉമേഷ് സാറ് പഠിപ്പിക്കും. അതെങ്ങനെയാ? നെറ്റ് കൂടെയാ? വാട്സപ്പ് കൂടെ വീഡിയോ കോള് വിളിക്ക് പഠിപ്പിക്കും. നമുക്ക് എന്തായാലും മഹാനവമി എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു കീർത്തനം, ഭക്തിഗാനം നമുക്ക് എന്തായാലും കേൾക്കാം അല്ലെ മോള്? ഞങ്ങക്ക് വേണ്ടി പാടിത്തരില്ലേ? ഇഷ്ടമുള്ളത്. എന്റെ ഒരു ആൽബം ഇറങ്ങുന്നുണ്ട്. അത് ശരി, ഭക്തിഗാനത്തിന്റെ ആൽബം. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. ഒരു പാട്ടിന്റെ ഒരു 4 വരി. ശരി. വെള്ളത്താമരമേലിരിക്കുമഴകേ ഈണങ്ങളാകുന്നൊരി കല്ലോലങ്ങളിളക്കി ജീവനെ ഉണർത്തിയിടുന്ന നാദാംബികേ, വെള്ളിത്തിങ്കൾ കണക്കെ എന്നുമുദയം ചേകെന്റെ ചിത്തത്തിൽ നീ, ചൊല്ലിൽ തേൻകിനി വായുമെന്നും അമലേ വാഗീശ്വരി മാഹിമാ, വാഗീശ്വരി മാഹിമാ. അസലായിരുന്നു. ഈ സംസാരിക്കുമ്പോ ഒരു കുഞ്ഞു കുട്ടി സംസാരിക്കുന്നത് കറക്റ്റ് ആണ്. പക്ഷെ പാടുമ്പോ വലിയ കുട്ടികൾ പാടുന്ന പോലെയാ. നല്ല വോയിസ്, അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് പേരൻസിനോടും കൂടി ഒന്ന് സംസാരിക്കാം അല്ലേ ചേച്ചി? യെസ്. അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടാ പറയൂ, എന്താണ് പേര്? എൻ്റെ പേര് സുഭാഷ് എന്നാണ്. മോളുടെ ഈ ഒരു സംഗീത ജീവിതം ചേട്ടൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? മോള് ചെറുപ്പത്തിലെ ഒരു മൂന്ന് ആ പ്രായത്തിലെ മോള് ഇങ്ങനെ മോളുമായിരുന്നു. പിന്നെ വൈഫിൻ്റെ അച്ഛൻ ഒരു കലാകാരനാണ്, കഥാപ്രസംഗവും അതുപോലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? ഗോപിനാഥൻ നായർ. കാട്ടുകുളം പരിയാനം ഭക്ഷ്യക്ഷേത്രമില്ലേ, അവിടെ അടുത്താണ് വീട്. അപ്പം നമ്മൾ പിന്നെ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ തന്നെ LKG പഠിക്കുമ്പോൾ തന്നെ പാട്ടിന് ചേർത്തു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റാണ് തീർത്ഥയുടെ പാട്ടുകളും. അപ്പൊ അതൊക്കെ ആ ഒരു ഐഡിയ, അതായത് എല്ലാം, അതായത് മോൾക്ക് എന്തായാലും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അച്ഛൻ അതിന് പിന്നിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? അതായത് വീക്കെൻഡ് സോങ് എന്ന് പറയുമ്പോൾ എല്ലാ വീക്കെൻഡ്സിലും നമ്മൾ ഓരോ പാട്ട് ഇടല്ലേ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇവളുടെ പേജിലിടുന്ന പല പാട്ടുകളുമാണ് സോഷ്യൽ മീഡിയയിലെ മറ്റു പേജുകാർ ഷെയർ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും വ്യൂസും കാര്യങ്ങളും അറിഞ്ഞത്. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയത് ഏത് പാട്ടിനായിരുന്നു? പൊന്നുച്ചാമി എന്ന സിനിമയിലെ ഒരു കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ എന്ന് പറഞ്ഞിട്ട് ONV സാറിൻ്റെ ഇളയരാജ അവരുടെ ഒരു ടീമിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ അതിന് 1 മില്യൺ വ്യൂസ് ഒക്കെ FB-ൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അമ്മയ്ക്ക് മൈക്ക് കൊടുക്കും, അമ്മയോടൊന്ന് സംസാരിക്കാം. നമസ്കാരം, പേര്? ശൈലജ. എങ്ങനെയാണ് പാട്ടൊക്കെ പാടുവോ? ഇല്ല, എനിക്ക് അച്ഛന്റെ കുറച്ച് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്റെ മടി മോൾക്ക് മടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, മോൾക്ക് മടി ഇല്ല. സഹായിച്ചു, മോൾക്ക് മടി കിട്ടിയിട്ടില്ല.